Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂവടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബറാത്ത് സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോഴാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് ഞാനല്ല ഉണ്ടാക്കുന്നത്, ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മയുടെ സ്പെഷ്യലാണിത്. ലോക്ക്ഡൗൺ കാരണം കുറച്ച് സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അധികമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവ് തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പൂവട. എല്ലാവർക്കും ഇതറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഇതിൻ്റെ കുറച്ച് ചൂടായതിനു ശേഷം ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഒരു തട്ടിലേക്കാണ് മാറ്റുന്നത്, നേരത്തിൽ കുഴക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാനൊന്നും ചെയ്യുന്നില്ല, ഒക്കെ ഉമ്മ തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കുക എന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നല്ല ചൂടാണ്, കാരണം ഉമ്മ കൈ ഇതാക്കണ കാണുന്നുണ്ട്. നന്നായിട്ട് റോൾ ചെയ്തതിന് ശേഷം പിന്നെ പൂവടയുടെ ഷേപ്പിലാക്കുകയാണ്. അതിൽ ഫില്ലിംഗ് ആയിട്ട് പഞ്ചസാരയല്ല കൊടുത്തിരിക്കുന്നത്, ശർക്കരയാണ്. ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ കറുത്ത ശർക്കരയല്ല, വെള്ള ശർക്കരയായിരുന്നു. പിന്നെ ഇതിലേക്ക് തേങ്ങ, പിന്നെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും എടുത്തു വെച്ചിരുന്നു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫില്ലിംഗ് വെക്കാനുള്ളൂ, കാരണം കൂടുതലായാൽ വേവിച്ചെടുക്കുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇത് ഫ്രൈ ചെയ്യല്ല, ഫ്രൈ ചെയ്ത് അധികം ആരും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. ഉമ്മ ഇവിടെ പൂവടയുടെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്തെടുക്കുന്നത്. മലബാർ സ്പെഷ്യലായിട്ടുള്ളൊരു പൂവടയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആർക്കും ഇഷ്ടമില്ലാത്തത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഞാനിത് വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, കാരണം തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിപ്പോയി. പിന്നെ എഡിറ്റിങ് കഴിയുമ്പോഴത്തേനും കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ അന്ന് ഇടുകയാണെങ്കിൽ എല്ലാവരുടെയും കമൻ്റ് അറിയാമായിരുന്നു. എന്നാലും നിങ്ങൾ ബറാത്ത് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് ഈ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ കമൻ്റ് ഇടണം. കുറച്ച് ടൈം വൈകിയെന്നേ ഉള്ളൂ, എന്നാൽ നിങ്ങൾ കമൻ്റ് ഇടുക, അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും ചിലപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് ചെയ്യണം. അത് ഫ്രൈ ആയിട്ടും ചെയ്യാം, ഇങ്ങനെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഞങ്ങളിവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. വാഴയിലയിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കില്ല, വാഴയിലയോട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അരിപ്പയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് വാഴയില വെക്കുന്നത്. അടിയിലാണെങ്കിൽ കുറേ ടൈം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ 8 മിനിറ്റോളം മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ വാഴയിലൊക്കെ അതിൻ്റെ അതേ ഷേപ്പിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നേരെ അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അടുപ്പിലാണ് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വെന്ത് കണ്ടിട്ട് ഒരു 8 മിനിറ്റ് ആയാൽ അത് വെന്ത് കിട്ടിക്കോളും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇങ്ങനെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഉമ്മ ചെയ്തിട്ടുണ്ട്, ഞാനല്ല.
ഇപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. വാഴയിലയിൽ തന്നെയാണ് സെർവ് ചെയ്തിട്ടുള്ളതും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണം. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. താങ്ക് യു.